മലയാള സിനിമാ ലോകത്തെയും ആരാധകരെയും ഒരുപോലെ ഞെട്ടിച്ചുകൊണ്ട് നടൻ ജയസൂര്യക്കെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നിർണായക നീക്കം. വിശ്വാസ്യതയുടെയും അഭിനയ മികവിന്റെയും പര്യായമായി നാം കണ്ടിരുന്ന ഒരു കലാകാരൻ അറിഞ്ഞോ അറിയാതെയോ ഒരു സാമ്പത്തിക കെണിയിൽ അകപ്പെട്ടതിന്റെ ദുസൂചനകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ലേല ആപ്പിന്റെ മറവിൽ നടന്ന കോടികളുടെ തട്ടിപ്പിൽ ബ്രാൻഡ് അംബാസിഡർ എന്ന നിലയിൽ നടൻ ജയസൂര്യയ്ക്കും പങ്കുണ്ടെന്ന സംശയത്തിൽ ഇഡി നടപടികൾ കടുപ്പിച്ചിരിക്കുകയാണ്. സേവ് ബോക്സ് ആപ്പ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ നടൻ ജയസൂര്യയുടെ 39 ലക്ഷം രൂപയുടെ സ്വത്തുക്കൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടുകെട്ടിയിരിക്കുന്നു. തട്ടിപ്പിലൂടെ സമാഹരിച്ച തുകയിൽ നിന്ന് ഏകദേശം 1 കോടിയോളം രൂപ ജയസൂര്യയുടെയും ഭാര്യയുടെയും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിയതായി അന്വേഷണത്തിൽ കണ്ടെത്തിയതിനെ തുടർന്നാണ് ഈ നടപടി. കുറഞ്ഞ വിലയിൽ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ സ്വന്തമാക്കാമെന്ന വാഗ്ദാനം നൽകി നൂറുകണക്കിന് ആളുകളെ പറ്റിച്ച് കോടികൾ തട്ടിയെടുത്തു എന്നതാണ് ഈ കേസിന്റെ ആധാരം. കേസിലെ മുഖ്യപ്രതി സ്വാദിഖ് റഹീം അറസ്റ്റിലായതിന് പിന്നാലെ നടന്ന വിശദമായ പരിശോധനയിലാണ് ജയസൂര്യയുമായുള്ള സാമ്പത്തിക ഇടപാടുകൾ പുറത്തുവന്നത്. സ്ഥാപനത്തിന്റെ ബ്രാൻഡ് അംബാസിഡറായി പ്രവർത്തിച്ചതിന്റെ പ്രതിഫലമാണ് തനിക്ക് ലഭിച്ച പണമെന്നാണ് ജയസൂര്യ അന്വേഷണ സംഘത്തിന് നൽകിയ വിശദീകരണം. എന്നാൽ ജനങ്ങളെ കബളിപ്പിക്കുന്ന പരസ്യങ്ങളിൽ പങ്കാളികളാകുന്നവർക്കും തട്ടിപ്പിൽ ഉത്തരവാദിത്വമുണ്ടെന്ന കർശന നിലപാടിലാണ് അന്വേഷണ ഏജൻസികൾ. ഇതിനോടകം തന്നെ 2 തവണ ജയസൂര്യയെ ഇഡി ചോദ്യം ചെയ്തിരുന്നു. സാമ്പത്തിക ക്രമക്കേടുകൾ സംബന്ധിച്ച് കൂടുതൽ വ്യക്തത വരുത്തുന്നതിനായി വരും ദിവസങ്ങളിലും അന്വേഷണം തുടരുമെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. ന്യൂസ് ഡെസ്ക്, കൊട്ടാരക്കര മീഡിയ.